ബഹുമാന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മുതഅല്ലിംകളെ, സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമസ്ത സമ്മേളനമെന്ന പേരിൽ ഇവിടെ ഒരു പരിപാടി നടക്കുകയുണ്ടായി. ആ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് എന്തെങ്കിലും പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്തരം ആ ഒരു രൂപത്തിലായിരുന്നില്ല ആ പരിപാടി ഉണ്ടായിരുന്നത്. ആളുകളെ ചീത്ത പറയാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും പണ്ഡിതന്മാരെ തെറി പറയാനും മാത്രമായി ആരംഭം മുതൽ അവസാനം വരെ മുഴുവൻ പ്രേസിൽമാരും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും അടക്കം ശ്രമിച്ച ഒരു പരിപാടി, അത് സമസ്തയുടെ പേരിൽ തുന്നിച്ചേർക്കുന്നത് ശരിയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹത്തായ പ്രസ്ഥാനം, അതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ നടക്കുകയാണ്. കേസ് ഉണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണമുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ അവരോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ആശയങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് യഥാർത്ഥ ആശയം വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യത അതാണ്. ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വാഗത പ്രസംഗത്തിലോ പറഞ്ഞു. ആ വിഷയോടെ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ സമസ്തക്കെതിരെ ഇവിടെ കേസ് കൊടുത്തിട്ടില്ല, ആവശ്യവുമില്ല. സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് അത് സ്ഥാപിച്ച അന്നു മുതൽ ഇന്നേ വരെ നടക്കുന്നുണ്ട്. എന്താണ് സമസ്ത ഇവിടെ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടി സമസ്ത രൂപീകൃതമായി അതിവിടെ ഏറി പ്രവർത്തിക്കുന്നു എന്നത് സൂര്യപ്രകാശം പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. കാന്തപുരം MP ഉസ്താദ് കേസ് കൊടുത്തത് കോഴിക്കോട് രജിസ്ട്രാർ സമസ്തയുടെ മുഴുവൻ നിയമങ്ങളും ധിക്കരിച്ചുകൊണ്ട് സംഘടന രൂപീകരിക്കുകയും ആ പുനഃസംഘടനയുടെ റിപ്പോർട്ട് അതിന്റെ മെമ്പർമാരുടെ ലിസ്റ്റ് രജിസ്ട്രാർ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹം അത് തള്ളി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ വേറൊരു സംഘടന അദ്ദേഹം സ്വീകരിച്ചു. അത് സ്വീകരിക്കാൻ കോടതിക്കല്ലാതെ അദ്ദേഹത്തിന് അധികാരമില്ല. ഇതായിരുന്നു മഹാനായ AP അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞിരുന്നതും വാദിച്ചിരുന്നതും കേസ് കൊടുത്തിരുന്നതും. അതിവിടെ വിശദീകരിക്കപ്പെടുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്നും സുപ്രീം കോടതി വിധി വളരെ വ്യക്തമായി ഏതാണ് ശരിയായ സമസ്ത എന്ന് ഇവിടുത്തെ കോടതി തീരുമാനിക്കേണ്ടതാണ്. സത്യത്തിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ അഭിപ്രായം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വഫാ സാഹിബ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നൊരു കാര്യം, സമസ്ത എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു, ആ രൂപീകരിച്ച ലക്ഷ്യം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ഗൗരവമായി കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത് വിദഈ പ്രസ്ഥാനക്കാർ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തുടങ്ങിയിട്ട് ഇന്ന് വിവിധ കക്ഷികളുണ്ട്. അന്ന് ഐക്യസംഘമെന്ന പേരിൽ മുജാഹിദിന്റെയും വിദഗ്ധരുടെയും ആശയമുള്ള ഏതാനും പണ്ഡിതന്മാർ
സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെതിരായി സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് യഥാർത്ഥ തൗഹീദിനെ ശിർക്കായി ചിത്രീകരിച്ച് സുന്നത്തിനെ ബിദ്അത്തായി ചിത്രീകരിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിച്ചപ്പോൾ അതിനെ തടയിടലും സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകൃതമായത് നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. KM മൗലവിയുടെ കേരളോഹുകൾ ഐക്യസംഘമെന്ന പേരിൽ 4 മദ്ഹബുകൾ മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, മുസ്ലിം സമുദായത്തിൽ ഹിന്ദ്രതയുണ്ടാക്കി. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുത്തണമെന്ന് വാദിച്ചുകൊണ്ട് യാതൊരു അനൈക്യവുമില്ലാത്ത മുസ്ലിം സമൂഹത്തിൽ, കേരള സമുദായത്തിൽ, കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരടക്കമുള്ള നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട അഹമ്മദ് വയസ്സാലിയാദ്യം മഹാനായ കുതുബി തങ്ങളും സുന്നത്ത് ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിക്കാനും നിലനിർത്താനുമാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ഈ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കൽ അന്നു മുതൽ ഇന്നേ വരെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് പിളർപ്പുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ പിളർപ്പുണ്ടായതിന്റെ ശേഷവും സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ പ്രസിഡന്റും മഹാനായ കാങ്കറും AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ഇത് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. അവരുടെ പ്രവർത്തനം അതാണ്. മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും തബ്ലീഗുകാരുടെയും കള്ളത്തരീക്കത്തുകാരുടെയും എതിരെ ഖാദിയാനി അടക്കമുള്ള പടച്ചുപോയ വിഭാഗത്തിന്റെ മുമ്പിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഖണ്ഡന പ്രസംഗത്തിലൂടെയും വാദപ്രതിവാദത്തിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇവിടെ നമ്മുടെ സമ്മേളനം നടത്തും, SYSന്റെ സമ്മേളനം. ഏവർക്കും അറിയാവുന്നൊരു വസ്തുത, ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആരെങ്കിലും തെറി പറയാൻ ഉപയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും മനുഷ്യനെ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങടിപ്പിള്ളരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വൃത്തികെട്ട തരം താഴ്ന്ന പരാമർശങ്ങൾ വലിയൊരു സംഘടന, പണ്ഡിത സമൂഹമെന്ന് പറയുന്ന ആളുകളാണ് കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റേജിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. SYSന്റെ സമ്മേളനത്തിൽ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ? അത് ഈ കേരളത്തിൽ മാത്രമല്ല, മുസ്ലിം സമൂഹം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? വിഷയങ്ങൾ അവതരിപ്പിച്ച് സഹോദരിമാരെ രംഗത്തിറങ്ങാൻ പാടുണ്ടോ? ഖുത്ബയുടെ ഭാഷ ഏതായിരിക്കണം? തെറ്റായ തരീഖത്തിനോടുള്ള സമീപനമേത്? ഖാദിയാനികളും പുതുതായി പ്രവാചകന്മാർ വരും. ആ പ്രവാചകന്മാരെ നമ്മൾ എങ്ങനെ സമീപിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ട് അടക്കമുള്ള തൗഹീദിന്റെയും ശിർക്കിന്റെയും യഥാർത്ഥ രൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സമ്മേളനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആരെയും തെറി പറയാനും ആരെയും ചീത്ത പറയാനും ആ സമ്മേളനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഇവിടെ സമസ്ത എന്ന പേരും പറഞ്ഞു കേസിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ പരിശോധിച്ചു നോക്കുക. എന്താണ് അവരുടെ പരിപാടി? കേവലം 2 പരിപാടി മാത്രം. ഒന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വ്യതിചലിച്ചുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങളും മഹാനായ AP ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കിയാൽ അത് സഖാഫിയായിരുന്നാലും വിരോധമില്ല, അല്ലാത്തവരായിരുന്നാലും വിരോധമില്ല. 4 രൂപകളെ അവർക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത്. കൊടുക്കുന്നോ?